വന്നോ ചേട്ടന്മാര് ചേച്ചിമാര്. എടോ ചാക്കോ, ഈ ഇളംകുന്നത്തെ പഞ്ചായത്തിലെ 12ാം വാർഡിലെ ഏറ്റവും ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചാരാ? അത് ജോർജ്. ഏത് ജോർജ്? അതല്ലേ എന്റെ മുമ്പിൽ നിൽക്കുന്ന മെമ്പർ ജോർജ് പുളിമറ്റം. ആണല്ലോ. ഒന്നും രണ്ടും അല്ല, 30 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാ ജയിച്ചത്. അത് വളരെ പരമമായ സത്യമല്ലേ ജോർജ്? എന്നാന്ന്? അയ്യോ എടോ, പക്ഷെ ഇവിടെ 2 വോട്ട് മറിച്ചത് ആരാന്ന് എനിക്ക് കൃത്യമായ ധാരണ ഉണ്ട്. അതാരാ മെമ്പറെ 2 വോട്ട് മറിച്ചത്? എടോ, അതാടോ ആ തൊമ്മി വേഗടെ പമ്പറന്നു വരും. ആ പാറമട സമരത്തിന് കൊടി പിടിക്കാൻ നമ്മുടെ പാർട്ടി ഓഫീസിന് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു അയാള്. എടാ തൊമ്മി മഹാഭാവി. പക്ഷെ നമ്മള് പ്രചാരണത്തിനൊക്കെ ചെല്ലുമ്പോ എന്താ അവന്റെ ഒരു വിനയം? കൈകൂപ്പുന്നു, തൊഴുവുന്നു. ആണല്ലോ. ഇപ്പൊ അയാൾക്ക് ഒരു ഏനക്കേട് വന്ന് ഓടിയെത്താൻ ആര് വേണം? ഈ ജോർജ് പുളിമറ്റം തന്നെ വേണ്ടേ? അതാണ്. നല്ല മൂവാണ്ടനാ. വെളുപ്പിന് അടുക്കാന്ന് തോന്നുന്നു. നല്ല മധുരം. എനിക്ക് വേണോ? എനിക്കെങ്കും വേണ്ട. മിനിഞ്ഞാന്ന് കണ്ട് വാടിച്ചടിയ സാധനം. അത് കഴിച്ചാലേ നിക്കാൻ കുറച്ച് വിഷമിക്കും. വേഗം നടന്നു കഴിഞ്ഞാൽ ആ തുമ്മിക്കുഞ്ഞ് പടമാവുന്നതിന് മുന്നേ ചെല്ലാം. അതും പരമമായൊരു സത്യമാണ്. എന്നാ പറയാനാടാ പോവേ, 8 പിടിയും സംഭവിച്ചല്ലേ. നീ എന്നെ വർത്താനോട് പിള്ളേയി പറയുന്നേ? 2 കഷ്ണം കപ്പയും മീൻകറിയും കൂട്ടി കൂളായി നടന്ന ആളാന്നേ. മനുഷ്യന്റെ കാര്യമൊക്കെ അല്ലേ ഇത്രയൊക്കെ ഉള്ളൂ. അങ്ങനെയാണെങ്കിലേ നീ ഒരു പരിപാടി ചെയ്യുക, വൈകുന്നേരത്തെ ട്രെയിൻ കയറാൻ നോക്ക്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈകുന്നേരം 2 എണ്ണാക്കി അടിച്ച് പയ്യെ അങ്ങ് തെറിക്കാം. എടാ മെമ്പർ വരുന്നുണ്ടേ, ഞാൻ പിന്നെ വിളിക്കാം. പോളെ തുമ്മിച്ചിന്റെ ആദ്യ കുർബാനയുടെ അന്തികൂദാശയുടെ കാര്യം എന്തായി? അതെ മെമ്പറെ, ആ റേജിൽ പോയി പള്ളിയിലേക്ക് അച്ഛനോട് വിളിക്കാനായിട്ട് ഇപ്പം അങ്ങ് പോയി. നല്ല കാര്യമായി. അന്തികൂദാശ നല്ലൊരു മുഹൂർത്തം നോക്കി വേറെ ദിവസത്തേക്ക് മാറ്റി വയ്ക്കാം. അവരാണല്ലോ പോയേക്കണേ. എന്നാ ഞങ്ങളൊന്ന് കയറി കണ്ടേച്ചും വരാം. ആയിക്കോട്ടെ മെമ്പറെ. പകൽ വെളിച്ചം. ഇതെന്നാ ഒരു കിടപ്പാ എന്റെ തുമ്മിച്ച? കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ. 2 കഷ്ണം കപ്പയും ഉണക്കമീനും നിന്നേച്ച് കിടന്നതാ മെമ്പറെ. പിന്നെ ഒരു കിടപ്പാ. തുമ്മിച്ച കണ്ണൊന്ന് തുറക്കോ തുമ്മിച്ച? നോക്കിക്കേ, എന്നെ മനസ്സിലായോന്ന്? തുമ്മിച്ച എന്റെ തുമ്മിക്കുഞ്ഞ്, എന്തൊരു കിടപ്പാ ഇത്. ഇങ്ങ് എണീറ്റു വാ. തന്റെ ഓരോ ചിരിയും സംസാരവും കേൾക്കാൻ എത്രയോ പേരാ കാത്തിരിക്കുന്നത്. തന്റെ റീൽസ് വീഡിയോക്ക് കിട്ടുന്ന ലൈക്കും കമന്റും കാണാതെ താൻ അങ്ങ് പോയാലോ? ഇങ്ങ് എണീറ്റു വാ എന്റെ തുമ്മിക്കുഞ്ഞ്. ദാ മോനെ വെള്ളം. എപ്പോൾ കണ്ടാലും എൻ്റെ അടുത്ത് വന്ന് 2 വർത്താനം പറയാതെ പോകുകയല്ല നീ. അത്രയ്ക്ക് കാര്യമായിരുന്നു എന്നെ. ജോർജ് മോനെന്നെ വിളിക്കൂ. അതെ, പഞ്ചായത്തിൽ 1 മണിക്ക് നാടൻ കൊഴുകുന്നുണ്ട്. ഞാൻ ആ സെക്രട്ടറി ഒന്ന് വിളിച്ചു പറഞ്ഞേക്കാം. പുള്ളിക്കാരി വേണ്ട വിധം കൈകാര്യം ചെയ്തോളൂ. ഇതാരാ അതിനകത്ത് കയറി പെറ്റ് കിടക്കണേ? എന്റെ പൊന്നേച്ചി ഒന്ന് വേഗം ഇറങ്ങ്. എന്റെ പിടുത്തം വിട്ടിരിക്കുക. ഇലക്ഷൻ റിസൾട്ട് വരാൻ നേരത്ത് പോലും എനിക്ക് ഇത്ര സമ്മർദ്ദം ഉണ്ടായില്ല. എന്റെ പൊന്നേച്ചി ഒന്ന് ഇറങ്ങി ചേച്ചി. വെള്ളം ഒഴിച്ചില്ലേലും കുഴപ്പമില്ല, അത് ഞാൻ ചേർത്താൻ വെച്ചോളാം. എല്ലാം ഒന്ന് തന്നെയല്ലേ. എന്റെ ചാക്കൻ ചേട്ടൻ ഇന്ന് രാവിലെ കൂടെ കപ്പയും മീൻകറിയും കഴിച്ചിട്ട് കൂളായിട്ടിരുന്ന ആളാ നീ. ഇപ്പൊ എന്നെ സംഭവിച്ചെന്ന് ആർക്കറിയാം? കണ്ടോ അതേ കിടക്കണ കിടപ്പ് കണ്ടിട്ടേ അണ്ണാങ്കുഞ്ഞ് കഞ്ചാവ് അടിച്ചവരെ. അതേ പുള്ളിക്ക് പണ്ട് കഞ്ചാവിന്റെ ചെറിയ. മെമ്പറെ എന്തായി കോഴിയുടെ കാര്യം? അത് ഈ കൂട് തുറന്നതും കോഴികൾ കൂട്ടത്തോടെ അങ്ങ് പറന്നുപോയി. ഇപ്പൊ ഒരു ആശ്വാസമായി. അല്ല വെറുതെ ഇവിടെ വരാ പൂക്കോഴുവാലോ എന്ന് പറഞ്ഞാ. അല്ല ചേച്ചി, തുമ്മിച്ചിന് ഉണക്കക്കപ്പയും മീനും നല്ല പിടുത്തല്ലേ? 2 കഷ്ണം ഉണക്കക്കപ്പയും മീനും കിട്ടിയ ആരെങ്കിലും വെറുതെ വിടാൻ പറ.
കേട്ടില്ലേ? ഉണക്കക്കപ്പയുടെയാ. അതെ, തുമ്മിച്ചിന് ഇത് ശുദ്ധമായി വിട്ടുപോട്ടെ, നമുക്ക് പുറത്തേക്ക് കേൾക്കാം. അന്ന് സമരത്തിന് എന്നെ ഓട്ടായിരുന്നു ഞാൻ പറയാ ഓടി. അതെ അതെ. ആ ചേച്ചി വന്നിട്ട് നല്ല തീരുമാനം. ഇതിയാന് വല്ലോ സംഭവിച്ചാൽ പിന്നെ ഞങ്ങൾക്കാരുണ്ട്. കെട്ടിക്കാൻ പ്രായമുള്ള ഒരു പെങ്കൊച്ചുള്ളതാ. ഓരോരോ കല്യാണക്കാർ വരുമ്പോൾ സ്ത്രീധനത്തൊക്കെ ചോദിക്കണ കേട്ടാൻ ഞെട്ടും. ചേച്ചി സ്ത്രീധനത്തെ കുറിച്ച് പറയത്, ദാഹിച്ചു വലഞ്ഞ് വീട്ടിൽ കയറി വന്ന എനിക്ക് ഒരു ഇത്തിരി വെള്ളം തരാൻ കാണിച്ച ഈ കുട്ടിയുടെ മനസ്സുണ്ടല്ലോ, അതാണ് ഏറ്റവും വലിയ സ്ത്രീധനം. മെമ്പറെ തിലകൻ പൊളിച്ചു. എൻ്റെ പൊന്നു ചേച്ചി, നല്ലൊരു സ്വഭാവമുള്ള കൊച്ചത്. അതാണ് ആ കൊച്ചിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ത്രീധനം. പിന്നെ ഈ മെമ്പർ ജോർജ് പുളിമറ്റും നാട്ടുകാരോടുള്ളപ്പോൾ കല്യാണ കേസിനെ കുറിച്ച് ഓർത്ത് ഒന്നും പേടിക്കണ്ട കേട്ടോ. ചേട്ടന്മാരെ അപ്പത്തിനെ കട്ടിലിൽ കാണാനില്ല. അയ്യോ, ഇവിടെ ഇന്ത്യയാണല്ലോ, ആരെങ്കിലുമില്ലല്ലോ. അടിച്ച പറ്റും പോയി. ഛേ, പുള്ളി ഇത് എവിടെ പോയത്? മനുഷ്യൻ തിരിഞ്ഞായിട്ട് അങ്ങോട്ട് പോലെ ഇങ്ങോട്ട് പോലെ ഇങ്ങോട്ട് പോ. തട്ടി വിളിയോ, അവിടെ നിന്ന് വട്ടം കറക്കാണ്ട് ഇങ്ങോട്ട് പാടോ. ഏത് നായിന്റെ മോനാണോ ഇവിടെ ഈ പരിപാടി കാണിച്ചത്? അത് കണ്ടാ അറിയാം, ഏതോ ഒരു ദാരിദ്ര്യം പിടിച്ച ഒട്ടിയാ. നായിന്റെ മോൻ നശിച്ചു. ഇങ്ങനെ പ്രാകലടോ, കണ്ടാൽ തന്നെ അറിയാം ഒരു പാവം പട്ടിയല്ലേ. മറ്റേക്ക് തൂറാന്ന് നോക്കിയില്ല. എന്റെ പൊന്നു മെമ്പറെ, ഇനി നോക്ക ഒരു സ്ഥലം ബാക്കിയില്ല കേട്ടോ. എന്നെ ഒരു മണം. ഡോ, താൻ ഈ മുകളിലേക്ക് കൊണ്ടിരിക്കണേ. അല്ല മെമ്പറെ, ഇത് തമ്പരൻ ബോഡി അടക്കം മുകളിലേക്ക് കൊണ്ടുപോയെന്ന് അറിയാൻ വേണ്ടി നോക്കിയതാ. ഇങ്ങനെ ഒരു പകൽ വിളിച്ചോ. മെമ്പറെ, അത് തുമ്മിച്ചനല്ലേ പറഞ്ഞേ? ആ, അത് തോപ്പിച്ചേ. വാ വന്നേ. എന്നാ വേഗം നടക്കുന്നേ, വാ. അപ്പോഴേ പറഞ്ഞില്ലേ പോരണ്ട പോരണ്ടാന്ന്, പോരണ്ട പോരണ്ടാന്ന്. എടാ മധു, നമ്മുടെ ഈ നസറാണികൾക്ക് ഇത്തിരി ഉണക്ക് കപ്പിയും അല്പം പോത്തിറച്ചിയൊക്കെ കൂട്ടി 2 കപ്പ് പനയൊക്കെ അടിച്ച് ഇതല്ലേടാ ജീവിതം. വിരസതയിൽ നല്ല നാടൻ പനി തന്നെ നല്ലത്. ഇതാ പിടിച്ചേ. അത് ചെത്തുകാരൻ മധുല്ലായിരിക്കും. പിടിച്ചേ. മധു മെമ്പറും കൂട്ടരാണല്ലോ തന്നെ. 2 തേങ്ങ എടുത്ത് നാട്ടുകാരെ മൊത്തം അറിഞ്ഞോ. എന്നാലും എന്റെ തുമ്മിച്ച, നിങ്ങളിത് എവിടെയായിരുന്നു? നിങ്ങൾ അന്വേഷിക്കാനായിട്ട് ഇനി ഒരു സ്ഥലം ബാക്കിയില്ല. എന്റെ പൊന്നു മെമ്പറെ, തമ്പുരാൻ കർത്താവ് നിങ്ങളുടെ രൂപത്തിൽ വന്നിട്ട് പറയുവാ, എടാ തൊമ്മി, ഇത്തിരി ഉണക്ക് കപ്പയും 2-3 പോത്ത് കഷ്ണവും 2 ഗ്ലാസ് പനയൊക്കെ അങ്ങ് അടിച്ച് ഈ ജീവിതം അങ്ങ് ആസ്വദിക്കുക. അതുകൊണ്ട് ഞാൻ ഇങ്ങ് പോന്നു. ഹലോ ചേട്ടന്മാരെ ചേച്ചിമാരെ, ഞങ്ങളെ കാണാതെ പോയ അപ്പനെ കിട്ടിയിരിക്കുന്നു. ദാണ്ട ഇവിടെ ഇരുന്ന കള്ളും കപ്പയും കഴിക്കുകയാണ് ചേട്ടന്മാരെ ചേച്ചിമാരെ. ഇതാണ്ട ഞങ്ങളുടെ അപ്പൻ കേറി വരികയാണ്. ഞങ്ങളുടെ തോട്ടത്തിൽ നല്ല മഴയാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുക. ഹായ്. പ്രഭാത ഭക്ഷണം എന്ന് പറയുന്നത് പച്ചക്കപ്പ് വേവിച്ചതും സ്വല്പം മീൻകറിയും സ്വല്പം പോത്തിറച്ചിയുമുണ്ട്. ജീവിതം എന്തായാലും അങ്ങ് ആസ്വദിക്കുക, അടിച്ചു പൊളിക്കുക. കൊച്ചു ജീവിതമല്ലേ ഉള്ളൂ, സുന്ദര ജീവിതം. ഹായ്. എന്നാ നമുക്കൊരു നല്ല ഫോട്ടോ പിടിച്ചാലോ? പിന്നെ നല്ലൊരു ഫോട്ടോ പിടിച്ചേക്കാം.
ശരിയാ, മെമ്പർ പറഞ്ഞ പോലെ നമുക്കെല്ലാവർക്കും ഒരു പോട്ടം പിടിച്ചാലോ? ചില നേരത്തൊക്കെ അങ്ങനെയാന്നേ. നമ്മുടെ കൂടെ എപ്പോഴും കളിച്ചു ചിരിച്ച് നടന്ന ആൾക്കാർ ഒരേനക്കേട് വന്ന് മിണ്ടാതായ അവരുടെ അസാന്നിധ്യം നമുക്ക് നികത്താൻ പറ്റുകയല്ലെന്നേ. പക്ഷെ തമ്പുരാൻ അറിയാം, അങ്ങനെയൊന്നും എളുപ്പത്തിൽ മേലോട്ട് വിളിക്കേണ്ടവനല്ല ഈ തുമ്മിക്കുഞ്ഞെന്ന്. അതുകൊണ്ട് 2 കഷ്ണം കപ്പയും ഉണക്കമീനും നല്ല നാടൻ പനിയൊക്കെ അടിച്ച് കൂട്ടുകാർക്കൊപ്പം തമാശ പറഞ്ഞിരിക്കാനും നമ്മളെ ചിരിപ്പിക്കാനും തുമ്മിക്കുഞ്ഞ് ഇവിടെ തന്നെയുണ്ട്, നമ്മളിൽ ഒരാളായി.